അളിയാ ആ നീ വിളിച്ചു, ഞാൻ വന്നു. വലിയൊരു സമാധാനമാണ്, സന്തോഷമായി വന്നല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ വിശേഷമാണ് ഇങ്ങനെ പോകുന്നു. പിന്നെ എന്ത് എല്ലാരും ഒക്കെ എന്ത്? അമ്മ കല്യാണത്തിന് പോയതാണ്. രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങിയേനെ. നശിച്ച മഴ എന്തോ പറയാനാന്ന് പറഞ്ഞു. നീ ഇരിക്കുന്നില്ലേ? ഇരിക്കാൻ പറ്റത്തില്ല. ഇരിയടാ, എന്ത് പറ്റി? എന്താ നടുവേദനയുണ്ട്? ചേട്ടാ, നിങ്ങൾ ഇന്നങ്ങാനും ഈ വീടിന്റെ പടിക്ക് വെളിയിൽ ഇറങ്ങിയ ഇന്നലെ നിങ്ങളുടെ ചന്തിക്ക് വെച്ച് പൊള്ളിച്ച പോലെ ഞാൻ ഇന്നും പൊള്ളിക്കും കേട്ടല്ലോ. ചേട്ടനെ പൊന്നെന്താ എന്നോട് പറയാനേ? ചേട്ടാ ഒരു മിനിറ്റ് ഇരിക്കേ, ചായ എടുത്തിട്ട് വരാവേ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ചന്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ വിളിച്ചത് അല്ലേ? ഇപ്പൊ ഒരാശ്വാസം ഉണ്ടല്ലേ, ഞാൻ മാത്രമല്ലല്ലോ, അപ്പൊ നീയും കൂടെ ഇത് പെടുന്നുണ്ടോന്ന് അറിഞ്ഞപ്പം സന്തോഷായി. എന്തായാലും ഇരിക്കും. അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വര വരയ്ക്കുന്നതിന് അപ്പുറം അവള് പോകത്തില്ല. പക്ഷെ വര വരയ്ക്കണമെങ്കിൽ അവള് തീരുമാനിക്കണം ഈ പടിക്ക് വല്ലവട്ട് പോകണമെങ്കിൽ. അതാണ് ആ പ്രശ്നം. അതിപ്പോ എനിക്ക് ബോധ്യമാളിയാ. നിനക്ക് ഇടിയല്ലേ കിട്ടുന്നുള്ളു, ഇവിടെ പഴുപ്പില്ല. പൊന്നളിയാ, കിടന്നുറങ്ങുമ്പം അറിഞ്ഞുകൊണ്ട് പോലും മലന്ന് കിടക്കരുത്, കമന്നേ കിടക്കാവുള്ളൂ. പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാ നിങ്ങളുടെ പരിപാടി അല്ലയോ? ഞാൻ ഇവിടെ ഒരു ഫോൺ നേരത്തെ കോളിങ് വെച്ചിട്ടാ പോയത്. നിങ്ങൾ എന്തുവാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇറങ്ങല്ലയോ? ഞാൻ അവളെ വിളിച്ചോളാം കേട്ടോ. സബാഷ് അളിയ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇനിയിപ്പോ രഞ്ജുവിനിവിടെ പ്രാക്ടീസ് ഒക്കെ കാണുമല്ലോ, ഞാൻ ഇറങ്ങട്ടെ, വൈകിക്കണ്ട. അളിയ പോണോ അളിയ, എന്റെ ചന്തി.